ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ ആവശ്യമായ സാധനം ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തത്. 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, മല്ലിയില, പുതിന, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് ചതച്ചത്, കാപ്സിക്കം 1, തക്കാളി ചെറുത് 1, മഞ്ഞൾപ്പൊടി, കുരുമുളക് ചതച്ചത്, ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തത്. അത് നന്നായി വഴറ്റുക. സവാള വഴറ്റുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കാം. സവാള ഏകദേശം നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കാം. പച്ചമുളക്, ഇഞ്ചി ഒരു ഏകദേശം 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 3 മുളക് മതി. എരിവ് കുറവാണെങ്കിൽ നമുക്കൊരു 4-5 ചേർക്കാം. പച്ചമുളകും കുരുമുളകിൻ്റെ എരിവാണ് ഇതിനുണ്ടാവുക. കാരണം നമ്മൾ ഇതിനകത്ത് മുളക് പൊടി തീരെ ചേർക്കുന്നില്ല. നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു ചെറിയ തക്കാളി ചെറിയ പീസായി അരിഞ്ഞതാണ്. അത് ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് കറിവേപ്പില, അല്പം മല്ലിയില, വളരെ കുറച്ച് പുതിന എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് നന്നായി വേവിക്കാം. ചിക്കനിലെ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലുള്ള മസാലകളെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കുന്നത് വരെ, ഇതിലുള്ള വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് തീയിലല്ലാതെ നമുക്കൊരു മീഡിയം തീയിൽ ഇത് വേവിച്ചെടുക്കാം. ഒരുപാട് തീ കുറഞ്ഞു പോയാലും വെന്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. നമുക്ക് മീഡിയം തീയിൽ തന്നെ ഇത് വേവിക്കാം. ചിക്കനിലെ വെള്ളമെല്ലാം നല്ലോണം വലിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർക്കാം. കുരുമുളക് ഒരുപാട് പൊടിയരുത്. നമുക്ക് അല്പം ഒന്ന് കടിക്കാൻ പാകത്തിന് ചതച്ചെടുക്കുക. ആവശ്യമുള്ള എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും അളവിൽ വ്യത്യാസം വരുത്താം. കുരുമുളക് ചേർത്തു. ഇനി അതിലേക്ക് നമുക്ക് കാപ്സിക്കം ചേർക്കാം. ഇതിലേക്ക് ഒരു കാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്തത്. ചേർത്ത് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം.
നമുക്കിതിലേക്ക് അല്പം കൂടി കറിവേപ്പില ചേർക്കാം. ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കാരണം ക്യാപ്സിക്കം ഒന്നും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. നമുക്കല്പം അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി. ഇത് കറിയായിട്ട് വേണ്ടവർക്ക് അല്പം കൂടി ഉള്ളിയും തക്കാളിയും എല്ലാം ചേർത്ത് കുറച്ചുകൂടെ ഗ്രേവി ആക്കി മാറ്റാം. ഞാൻ ഇവിടെ ഡ്രൈ ആക്കിയിട്ടാണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.